വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനു മേരി. യൂറോപ്പിൽ ക്രിസ്തു മതത്തിന് പുതിയൊരു വഴി തുറന്ന, നമ്മുടെ ജീവിതത്തിന് ഇന്നും വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു വിശുദ്ധയുണ്ട്, ലിഡിയ. അവളുടെ ആഴമേറിയ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. വിശുദ്ധ ലിഡിയയുടെ പ്രചോദനാത്മകമായ ജീവിതം നമുക്ക് അടുത്തറിയാൻ ശ്രമിക്കാം. ഏഷ്യ മൈനറിൽ തുണി വ്യാപാരത്തിനും വിലയേറിയ പർപ്പിൾ നിറമുള്ള തുണിത്തരങ്ങൾക്കും പേരുകേട്ട തൈത്തീറ എന്ന നഗരത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അവിടെ പർപ്പിൾ നിറമുള്ള വില കൂടിയ തുണിത്തരങ്ങൾ വിറ്റ് വിജയിച്ച ഒരു വ്യാപാരിയായിരുന്നു ലിഡിയ. അക്കാലത്ത് ഇങ്ങനെയൊരു ആഡംബര വ്യാപാരം നടത്താൻ അവർക്ക് വലിയ സമ്പത്തും സ്വാധീനവും ഉണ്ടായിരിക്കണം എന്ന് വേണം നമ്മൾ കരുതാൻ. വ്യാപാര ആവശ്യങ്ങൾക്കായി ലിഡിയയും കുടുംബം യൂറോപ്പിലെ മാസിഡോണിയയിലുള്ള ഫിലിപ്പി എന്ന റോമൻ കോളനിയിലേക്ക് താമസം മാറ്റി. ലിഡിയ ഒരു സാധാരണക്കാരിയായിരുന്നില്ല. അവൾക്ക് ദൈവഭക്തി ഉണ്ടായിരുന്നു. യഹൂദ മതത്തോട് അടുപ്പം കാണിച്ച ഒരു വിജാതീയ സ്ത്രീ ആയിരുന്നു അവൾ. ഒരു പക്ഷേ പൂർണ്ണമായി മതം മാറിയിരുന്നില്ല എന്ന് മാത്രം. എന്നാൽ AD 50 വിശുദ്ധ പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിക്ക് പുറത്ത് ഒരു പുഴയോരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ അവളെ കണ്ടുമുട്ടിയതോടെ അവളുടെ ജീവിതം മാറി മറിഞ്ഞു. പൗലോസിന്റെ വാക്കുകൾ ലിഡിയ കേട്ടപ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവൾക്ക് സാധിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 14-ാം വാക്യം. ആ നിമിഷം അവൾക്കൊരു ഉൾവിളി ലഭിച്ചു. ആ ദൈവിക ഇടപെടൽ അവളെ ഉടൻ തന്നെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിച്ചു. ലിഡിയയെയും അവളുടെ വീട്ടിലുള്ള എല്ലാവരും സ്നാനം സ്വീകരിച്ചു. യൂറോപ്പിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ക്രിസ്ത്യൻ മാനസാന്തരമായിരുന്നു അത്. എത്ര ലളിതമായിരുന്ന ആരംഭമാണത്. പക്ഷേ അതിന്റെ സ്വാധീനം അത്ര വലുതായിരുന്നു. ലിഡിയയുടെ അഗാധമായ വിശ്വാസം അവളുടെ പ്രവൃത്തികളിൽ ഉടനടി പ്രകടമായി. പൗലോസിനെയും കൂട്ടരെയും തന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ അവൾ നിർബന്ധിച്ചു. അവളുടെ വീട് ഫിലിപ്പിയിലെ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാന ഒരു കേന്ദ്രമായി മാറി. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ഭവന പള്ളികളിലൊന്നായി അത് പ്രവർത്തിച്ചു. ലിഡിയ തന്റെ കുടുംബത്തിന്റെ നാഥ എന്ന നിലയിൽ അതുല്യമായ നേതൃത്വ പാഠവും കാണിച്ചു. സ്നാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ വിശ്വാസത്തിലേക്ക് നയിച്ച അവൾ പൗലോസിന്റെ ശുശ്രൂഷകൾക്ക് തന്റെ വീട് ഒരു അഭയ കേന്ദ്രമാക്കി. ഒരു വ്യാപാരി എന്ന നിലയിലുള്ള അവളുടെ മുൻ പരിചയം ഈ പുതിയ ദൗത്യത്തിലും അവൾക്ക് കരുത്തേകി. 1-ാം നൂറ്റാണ്ടിലെ മാസിഡോണിയയിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവർ പലപ്പോഴും കച്ചവടങ്ങളും പൊതുകാര്യങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്നു. സഭയുടെ ഒരു സഹായിയായും ശക്തിയായ സംരക്ഷകയായും ലിഡിയ മാറി. അവളുടെ സമ്പത്തും സ്വാധീനവും വളർന്നു വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് താങ്ങും തണലുമായി. ലിംഗഭേദമില്ലാതെ വിശ്വാസികളെല്ലാവരെയും ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് ശക്തരാക്കുന്നു എന്നതിന് ലിഡിയ ഒരു ഉദാഹരണമാണ്. തന്റെ കഴിവുകളും സമ്പത്തും സഭയുടെ ദൗത്യത്തിനായി അവൾ പൂർണ്ണമായി അർപ്പിച്ചു. ഫിലിപ്പിയിൽ തടവിലാക്കപ്പെട്ട ശേഷം പൗലോസും സീലാസും മോചിതരായപ്പോൾ ആദ്യം എത്തിയത് ലിഡിയയുടെ വീട്ടിലേക്കാണ്. ഈ സ്നേഹവും പിന്തുണയും വളർന്നു വരുന്ന ആ വിശ്വാസ സമൂഹത്തിന് അവൾ നൽകിയ അചഞ്ചലമായ ഉറപ്പിന്റെ തെളിവായിരുന്നു അത്. ലിഡിയ സ്വന്തമായി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി രേഖകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും കർത്താവ് അവളുടെ ഹൃദയം തുറന്ന ആ നിമിഷം അതൊരു അത്ഭുതം തന്നെയല്ലേ. ദൈവത്തിന്റെ നേരിട്ടുള്ള ആ ഇടപെടൽ അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അവളുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അവളുടെ ജീവിതം തന്നെ ക്രിസ്തു വിശ്വാസത്തിന്റെ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയായിരുന്നു. വിശുദ്ധ ലിഡിയ സ്വന്തമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അവളുടെ മഹത്തായ വിശ്വാസം കാരണം വിവിധ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ലിഡിയയെ വിശുദ്ധയായി അംഗീകരിക്കുന്നു. കത്തോലിക്ക സഭയിൽ ഓഗസ്റ്റ് 3-നാണ് അവളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. പർപ്പിൾ സ്ത്രീ എന്നും ഫിലിപ്പിയയിലെ ലിഡിയ എന്നും അവൾ അറിയപ്പെടുന്നു. അവളുടെ തൊഴിൽ കാരണം ചായം പൂശുന്നവരുടെയും വസ്ത്രനിർമ്മാണ തൊഴിലാളികളുടെയും മധ്യസ്ഥയായി ലിഡിയയെ കണക്കാക്കുന്നു. യൂറോപ്പിൽ ക്രിസ്തു മതത്തിന് വഴികാട്ടിയ അവളുടെ അനശ്വരമായ പൗത്രികത്തെ ഓർക്കാൻ അവൾക്ക് സ്നാനം നൽകിയ നദീതീരത്ത് ഇന്നും ഒരു പള്ളിയും സ്നാന മണ്ഡപവും ഉണ്ട്. വിശുദ്ധ ലിഡിയയുടെ ജീവിതം നമുക്കൊരു വലിയ പ്രചോദനമാണ്. പൗലോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു സംശയവുമില്ലാതെ വിശ്വാസത്തെ സ്വീകരിച്ച അവളുടെ തുറന്ന മനസ്സ്
ദൈവവിളിക്ക് ചെവി കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വീടിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത് അവൾ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിന് ആതിഥേയത്വം നൽകി. ഒരു വ്യാപാരിയായിരുന്ന ലിഡിയ തൻ്റെ സമ്പത്തും കഴിവുകളും ദൈവവേലയ്ക്കായി അർപ്പിച്ചു. ലിഡിയയുടെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നമ്മുടെ കഴിവുകളോ സാഹചര്യങ്ങളോ എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ സ്നേഹ പദ്ധതിയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. ഒരു തുറന്ന മനസ്സും അർപ്പണബോധവും ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം നമ്മെയും ഒരു ഉപകരണം പോലെ ഉപയോഗിക്കുമെന്ന് അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രചോദനം നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ച് നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.